എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അതായത് 1000 രൂപയുടെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എയർപോഡ്സ് പോലെ തന്നെ ഇരിക്കുന്ന ട്രൂ വയർലെസ് ഇയർഫോൺസ് ഏതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു 1000 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു 1299 രൂപയ്ക്ക് ബോട്ടിൻ്റെ എയർഡോപ്സ് 138 അവൈലബിൾ ആണ്. അപ്പോൾ എയർഡോപ്സ് 138ഉം അതുപോലെ തന്നെ 1000 രൂപയ്ക്ക് താഴെ TWS കിട്ടുമെന്ന് നോക്കിയപ്പോൾ നമ്മുടെ എയർപോഡ്സ്, ആപ്പിളിൻ്റെ എയർപോഡ്സിൻ്റെ അതേ ക്ലോണായിട്ട് പക്ഷേ മാറ്റ് ബ്ലാക്ക് കളറിൽ നമുക്ക് ഇൻപോഡ്സ് 12 എന്ന് പറഞ്ഞൊരു TWSും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 679 ആക്ച്വൽ പ്രൈസ്. ഡീൽ ഓഫ് ദ ഡേ ആയതുകൊണ്ട് 629 രൂപയ്ക്ക് നമുക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റിംഗ്ലി ഇത് ലൈറ്റ്നിങ് പോർട്ടൊക്കെ വരുന്ന ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ്. എന്താണ് എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് ഇൻപോഡ്സ് 12 എന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇൻപോഡ്സ് 12 സിമ്പിൾ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കുറേ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാണാം. ബ്ലാക്ക്, ബ്ലൂ, ഗ്രേ, വൈറ്റ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ട്രൂ വയർലെസ് സ്റ്റീരിയോ വേർഷൻ 5.0 എന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ് എന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിലും നമുക്ക് ആൻഡ്രോയിഡ്, iOS, ബ്ലൂടൂത്ത് 5 മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ചീപ്പ് പ്ലാസ്റ്റിക്കിനകത്താണ് നമ്മുടെ ഇൻപോഡ്സ് 12 ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇൻപോഡ്സിൽ കയ്യിലെടുത്തിട്ട് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ബിൽഡ് ക്വാളിറ്റി കുറച്ച് ചീപ്പായിട്ട് തോന്നുന്നുണ്ട്. ഒറിജിനൽ എയർപോഡ്സ് വെച്ച് കമ്പയർ ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ പൊതുവേ ഒരു പ്ലാസ്റ്റിക് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ചെറിയ ചീപ്പായിട്ട് തോന്നുന്നുണ്ട്. ഒറിജിനൽ എയർപോഡ്സ് വെച്ച് വളരെ ഡിഫറൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ്ലി ലൈറ്റ്നിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻപോഡ്സിൻ്റെ അടിയിൽ വരുന്നത് ലൈറ്റ്നിങ് പോർട്ടാണ്. അപ്പോൾ ലൈറ്റ്നിങ് പോർട്ട് നമ്മുടെ ഈ ഒരു ഐഫോൺ ചാർജ് ചെയ്യുന്ന അതേ കേബിൾ വെച്ച് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചൈനീസിലൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ചൈനീസ് അല്ല, ബാക്കിൽ ഇംഗ്ലീഷും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് 8 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണെന്ന് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് പെയറിങ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇതെങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം. എന്തായാലും നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. സോ ഫസ്റ്റ് ബിൽഡ് ക്വാളിറ്റി ആൻഡ് ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൈസ് ഓൾമോസ്റ്റ് നമ്മുടെ ഒറിജിനൽ എയർപോഡിൻ്റെ അതേ സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് ചെറിയൊരു പെയറിംഗ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. താഴെയാണ് നമ്മുടെ ലൈറ്റ്നിങ് പോർട്ട്. ഇനി ഹിഞ്ച് നമുക്ക് ഒരു സിൽവർ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റാലിക് അല്ല, അത് പ്ലാസ്റ്റിക് ആണ്. മെറ്റാലിക് ആയിട്ട് തോന്നിക്കുന്ന ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് സ്റ്റേറ്റസ് ഇൻഡിക്കേറ്ററോ LEDസോ ഒന്നും കാണുന്നില്ല. ജസ്റ്റ് 2 എയർപോഡ്സ് വെച്ചിരിക്കുന്നത് മാത്രം. അപ്പോൾ എയർപോഡ്സ് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 2 സ്റ്റേറ്റസ് ഇൻഡിക്കേറ്റിംഗ് LEDs കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ മൈന്യൂട്ടായിട്ട്, വളരെ ചെറിയ രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി താഴെയാണ് നമുക്ക് മൈക്രോഫോൺ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചുറ്റും ആക്ച്വൽ എയർപോഡ്സിനുള്ള പോലെ തന്നെ ഒരു ക്രോം ഫിനിഷിലാണ് ചാർജിങ്ങിൻ്റെ പിന്നുകൾ കൊടുത്തിരിക്കുന്നത്. ഇനി സൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറുതാണ്. ആക്ച്വൽ എയർപോഡ്സിൻ്റെ അത്രയും ചെറുതല്ലെങ്കിലും മറ്റ് ക്ലോൺ എയർപോഡ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് ചെറുതാണ്. ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും തോന്നിക്കില്ല അത് ക്ലോണാണ് എന്നുള്ള കാര്യം. ഇനി എന്തായാലും ഇത് പെയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇത് പെയർ ചെയ്യാനായിട്ട് നോർമൽ എയർപോഡ്സ് പെയർ ചെയ്യുന്ന പോലെ ജസ്റ്റ് ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെയർ ആവില്ല. നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് നിന്ന് 2 എയർപോഡ്സ് പുറത്തെടുക്കുമ്പോൾ മാത്രമേ പെയർ ആവുള്ളൂ. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വൽ എയർപോഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിന്നും കണക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആനിമേഷൻ ഇതിൽ വന്നു എന്നാണ്. അപ്പോൾ ഈ 2 എയർപോഡ്സ് ഞാൻ പുറത്തെടുത്തപ്പോൾ തന്നെ എനിക്കൊരു ആനിമേഷൻ അവിടെ വന്നു. ഇതിൽ ഓരോന്നിലും എത്ര ചാർജ് ഉണ്ട്, കേസിൽ എത്ര ചാർജ് ഉണ്ട് എന്നൊക്കെ കാണിച്ചു. പക്ഷേ ആ കാണിച്ച ചാർജ് എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയും കാണിക്കുന്നുണ്ട്. സോ അത്രത്തോളം ഡീറ്റെയിലിങ്ങിലാണ് കോപ്പി ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും കണക്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൺട്രോൾസിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ടച്ച് കൺട്രോളുകളാണ്. കൺട്രോൾസിൻ്റെ കാര്യത്തിലും ആക്ച്വലി ഞാൻ ഇംപ്രസ്ഡ് ആയി. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്ഷനിൽ തന്നെ കാണിച്ചു തരാം ഇതിൻ്റെ റെസ്പോൺസീവ്നെസ് എത്ര നല്ലതാണ് എന്ന്. അപ്പോൾ ടച്ച് കൺട്രോൾസ് ആണ് വരുന്നത്. ജസ്റ്റ് 1 ടൈം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേയും പോസും ആവുന്നതായിരിക്കും. 2 ടൈംസ് ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പും വോളിയം ഡൗണും, അതിപ്പോൾ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ടാപ്പ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. ഇനി 3 ടൈംസ് ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കും നെക്സ്റ്റ് ട്രാക്കിലേക്കും പോകാനായിട്ട് പറ്റും. ഇനി ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറിനെ ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ കണക്ടിവിറ്റിയുടെ കൺട്രോൾസിൻ്റെ കാര്യത്തിലും യാതൊരു പ്രശ്നവുമില്ല. ഇത്ര ചീപ്പായിട്ടുള്ള എയർപോഡ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വിഷ്വലി കാണാനായിട്ട് പറ്റുന്നുണ്ട് എത്ര നല്ല രീതിയിലാണ് കണക്റ്റ് ആവുന്നതെന്നും എത്ര നല്ല രീതിയിലാണ് ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും. ഇനി ഇത് ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ലൈറ്റ്നിങ് കേബിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ലൈറ്റ്നിങ് കേബിൾ ഉപയോഗിക്കാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഇതിനകത്ത് ചാർജ് കയറുന്നുണ്ട് എന്നുള്ളത് കാണിക്കാനുള്ള ഇൻഡിക്കേറ്റർ ഇല്ല എന്നുള്ളതാണ്. ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് വേറെ ലൈറ്റ് ഒന്നുമില്ല. ആ ഒരു എയർപോഡ്സിലുള്ള 2 ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചാർജ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഫുൾ ചാർജ് ആവാൻ 1 അവർ ആവും, 1 to 2 hours ആണ് എന്നാണ്. എന്തായാലും ആ ഒരു ടൈം എടുക്കുമായിരിക്കും ചാർജ് ആവാനായിട്ട്.
ഇനി ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്, സൗണ്ട് ക്വാളിറ്റി, ലേറ്റൻസി എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്ന ബോട്ടിൻ്റെ എയർഡോപ്സ് 138 എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഗ്രീൻ ബോക്സിലാണ് 138 വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ ടെക്നോളജി, ലൈറ്റ്നിങ് ബ്ലൂടൂത്ത് 5.0, ടൈപ്പ് സി ചാർജിങ് പോർട്ട്. ഇതിൻ്റെ പുറകിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 650 mAh ക്യാരിയിങ് കേസാണ്, 13mm ഡ്രൈവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈസി ആക്സസ്, മൾട്ടി ഫംഗ്ഷൻ കൺട്രോൾ, ഇൻസ്റ്റൻറ്റ് വോയിസ് അസിസ്റ്റൻറ്റ് എന്നെല്ലാം നമ്മൾക്ക് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ഫോം പാഡിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് ബോട്ടിൻ്റെ എയർഡോപ്സ് ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇനി ഇത് ബൈ ഡിഫോൾട്ട് ഓൺ ആയിരിക്കുന്നതല്ല, ഞാൻ ഇതിന് മുന്നേ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ചകത്ത് വെച്ചപ്പോൾ ഓണായി വന്നതാണ്. ഇനി അതുപോലെ എൻ്റെ ബാക്കിൽ കുറേ പേപ്പർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. കുറേ പേപ്പർ വർക്ക്, FAQs, വാറൻറ്റിയുടെ ഡീറ്റെയിൽസ്, അതേപോലെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഇട്ട്. ഇനി ഈ ഒരു ചെറിയ ബോക്സിനകത്ത് നമുക്ക് USB-C കേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി എയർഡോപ്സിൻ്റെ കേസ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള കേസാണ് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം കുറച്ച് വലിയ ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ മറ്റേത് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു, ഇത് ഫുള്ളി ഗ്ലോസി ഫിനിഷാണ്. സോ കയ്യിലെടുക്കുമ്പോൾ ഫിംഗർ പ്രിൻറ്റ്സ് ഒട്ടിപ്പിടിക്കാൻ വളരെയധികം സാധ്യതകളുള്ളൊരു കേസാണ്. ഇനി താഴ്ഭാഗത്തായിട്ട് നമുക്ക് USB-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണുമായിട്ട് പെയർ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ ഒരു ഇയർഫോൺസിൻ്റെ അകത്തൊരു ചെറിയൊരു സൗണ്ട് കേൾക്കും. സൗണ്ട് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും അവർ പറഞ്ഞ പോലെ ഇൻസ്റ്റൻറ്റ് പെയർ അല്ല, നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഒരു 5 സെക്കൻഡൊക്കെ കഴിയുമ്പോഴാണ് പെയർ ആവുന്നത്. എന്തായാലും നമ്മൾ ഓപ്പൺ ചെയ്ത് അത് ചെവിയിലെടുത്ത് വെക്കുന്ന സമയം കൊണ്ട് ഇത് പെയറായി കഴിഞ്ഞിട്ടുണ്ടാവാം. ഇനി ഇതിനകത്ത് നമുക്ക് വരുന്നത് ബട്ടൺ കൺട്രോൾസ് ആണ്, ടച്ച് കൺട്രോൾസ് അല്ല, രണ്ട് സൈഡിലും ബട്ടൺ കൺട്രോൾസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഏകദേശം ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ താഴെ നമ്മൾക്ക് ചാർജിങ്ങിൻ്റെ ആ ഒരു പിന്നുകൾ കാണാൻ പറ്റും. മുകളിലായിട്ട് ബോട്ടിൻ്റെ ആ ഒരു ചെറിയ ലോഗോയും അതേപോലെ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിസൈനും എയർപോഡ്സിനെ തന്നെ ഇൻസ്പയർ ആയി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിസൈനാണ്. പക്ഷേ ഇതിൻ്റെ ഹെഡ് കുറച്ച് വലുതാണ്, കാരണം ഇതിനകത്ത് 13mm ഡ്രൈവറാണ് ഉള്ളതെന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ കൺട്രോൾസ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൺട്രോൾസ് വരുന്നത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേയും, വൺസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്, കോൾ അറ്റൻഡ് ചെയ്യാൻ, റിജക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ നെക്സ്റ്റ് ട്രാക്ക് പോകാനായിട്ട് ഡബിൾ ടാപ്പും, പ്രീവിയസ് ട്രാക്ക് പോകാനായിട്ട് ഡബിൾ ടാപ്പും, പിന്നെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സിറിനെ വേക്ക് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ കേസ് ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 1.5 to 2 മണിക്കൂറാണ് എടുക്കുന്നത്. ഇനി എയർപോഡ്സ് ചാർജ് ആവാനായിട്ട് ഏകദേശം 1 മണിക്കൂറാണ് മൊത്തത്തിലെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് 3 LED ഇൻഡിക്കേറ്ററുകൾ കാണിക്കുന്നുണ്ട്. സോ നമ്മൾ പ്ലഗ് ചെയ്യുമ്പോൾ കേസിൻ്റെ ചാർജാണ് കാണിക്കുന്നത്. ഇനി എയർപോഡ്സ് ഇതിനകത്തേക്ക് ഇടുമ്പോൾ എയർപോഡ്സ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഏതാണ് ചാർജ് ആവുന്നത് എന്നുള്ള രീതിയിലും ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്, കംഫർട്ട് എങ്ങനെയാണ്, ലേറ്റൻസിയുടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. എയർഡോപ്സ് 318 നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചെവിയിൽ നിന്ന് ഇങ്ങനെ തല ആട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഊരി വീഴുന്നൊന്നുമില്ല, സെക്യൂറായിട്ട് ഫിറ്റായിട്ടിരിക്കുകയാണ്, അൺകംഫർട്ടബിൾനെസ് ഒന്നും തോന്നുന്നില്ല. എന്തായാലും ഇതിൻ്റെ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എയർഡോപ്സ് 138 മൈക്രോഫോൺസിലൂടെയാണ്. അപ്പോൾ രണ്ടെണ്ണത്തിലും മൈക്രോഫോൺസ് ഉണ്ടോ, സ്റ്റീരിയോ മൈക്രോഫോൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ നിന്നും ഇതിൻ്റെ മൈക്രോഫോൺ ഒന്ന് ഊരി നോക്കാം. കേൾക്കുന്നുണ്ടോ? ഇതിനകത്തു നിന്നാണോ കേൾക്കുന്നത്? ഇപ്പോൾ ഇത് റൈറ്റ് സൈഡിലെയാണ്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിലെ മൈക്രോഫോണിലൂടെയാണ് ഊതിക്കൊണ്ടിരിക്കുന്നത്. സോ ഏത് സൈഡിൽ നിന്നാണ് നിങ്ങൾക്ക് കേട്ടതെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും മൈക്രോഫോൺസിൽ നിന്ന് വരുന്നത്. സോ കോളുകളെല്ലാം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കേട്ടുകൊണ്ട് തന്നെ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും, നല്ലതാണോ മോശമാണോ എന്നുള്ളത്. എന്തായാലും നമ്മുടെ ക്ലോൺ എയർപോഡ്സ് അഥവാ ഇൻപോഡ്സ് 12 ആനിമേഷൻ്റെ കാര്യത്തിലൊക്കെ വളരെ നല്ല രീതിയിൽ ആപ്പിളിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ലൈറ്റ്നിങ് പോർട്ടിൻ്റെ സപ്പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡിസൈനും ആ ഒരു സൈസും എല്ലാം തന്നെ എയർപോഡ്സിന് അതേ ഒരു ഡയമെൻഷൻസിലാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്റ്റെം അത്യാവശ്യം വലിപ്പം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. സ്റ്റെമ്മിൻ്റെ തിക്നെസ് ലേശം കൂടുതലാണെങ്കിലും എയർപോഡ്സിൻ്റെ ആ ഒരു അതേ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. മറ്റ് കാര്യങ്ങളൊക്കെ എയർപോഡ്സ് പോലെയാണ് വെച്ചിരിക്കുന്നതെങ്കിലും മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻപോഡ്സ് 12 കൂടെയാണ്. അപ്പൊ ഇൻപോഡ്സ് 12 മൈക്രോഫോൺസിലൂടെയാണ് നിങ്ങൾ ഇപ്പൊ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലും സ്റ്റീരിയോ മൈക്രോഫോൺസ് ആണ് ഉള്ളത് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാൻ റൈറ്റ് സൈഡിലുള്ളത് കൂടിയിട്ട് ഇപ്പൊ റൈറ്റ് സൈഡിലേക്കാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ലൗഡറായിട്ട് കേൾക്കുന്നുണ്ടോ? ഇനി ഇത് ചെവിയിൽ വെച്ചിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓഡിയോ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇതിലാണോ അതിലാണോ മൈക്കുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഇത് കോൾ ചെയ്യുമ്പോഴത്തേക്ക് ഏത് സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും വരുന്നത് എന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി ഫൈനലി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ബോട്ടിൻ്റെ എയർഡോപ്സ് 138 തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം കുറച്ചുകൂടെ ബിഗർ ഡ്രൈവേഴ്സാണ് വന്നിരിക്കുന്നത്, കുറച്ചുകൂടെ നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള ഡിവൈസാണ്. പെയറിങ്ങിൻ്റെയും കൺട്രോൾസിൻ്റെയും കാര്യത്തിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഓവറോൾ നിങ്ങൾ ശബ്ദം കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ബേസിയർ സൗണ്ട്, ഈവൻ ദോ ഇത് ഇൻ ഇയർ അല്ല എങ്കിലും കുറച്ചുകൂടെ ബേസിയർ സൗണ്ടും നല്ല വോക്കൽസും ട്രബിൾസും എല്ലാം തരുന്നത് ബോട്ടിൻ്റെ എയർഡോപ്സ് 138 തന്നെയാണ്. കാരണം 1299 റുപ്പീസിന് സാധനം ആയതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വളരെ മോശമല്ല, അതായത് എന്താ പറയുക, തീരെ ചീപ്പ് ക്വാളിറ്റി ഉള്ള സൗണ്ട് അല്ല, എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്ര ഒരു ബേസ് ഒന്നും ഇല്ല. അതായത് നോർമലി ഇപ്പോൾ ആപ്പിളിൻ്റെ നോർമൽ വയർഡ് ഇയർഫോൺസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കേൾക്കുന്ന ആ ഒരു ബേസ് പോലും ഇല്ല, ട്രബിളും കൂടുതലല്ല. എന്താ പറയുക, എനിക്കിതിനേലും ഇഷ്ടപ്പെട്ട സൗണ്ട് ക്വാളിറ്റി ഇത് തന്നെയാണ്. പക്ഷേ ഇത് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാലും ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. പക്ഷേ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോൺ ഇതേപോലത്തെ ഒരു ഇയർഫോൺസ് ആയതുകൊണ്ട് എത്ര നാൾ നിൽക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. സോ എന്തായാലും ഇത് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ മേ ബി എയർപോഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് എയർപോഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്ന് മാത്രം. ഇനി ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ ഇതാണ് ഏറ്റവും ബെറ്റർ. കാരണം ബോട്ട് 138 ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് വൺസ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 2 ഫിലിം ഒറ്റയടിക്ക് കണ്ടു തീർത്തു. വൺസ് ഫുൾ ചാർജ് ചെയ്തിട്ട് രണ്ടാമത്തെ ഫിലിം കണ്ടിട്ട് രണ്ടാമത്തെ ഫിലിമിൻ്റെ ഏകദേശം എൻഡ് ആവാറായപ്പോഴാണ് ബാറ്ററി ലോ എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേഷൻ എനിക്ക് തന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറോളം വൺസ് ഫുൾ ചാർജ് ചെയ്തപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടി. പക്ഷേ ഇത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് 1 മണിക്കൂറും 1.5 മണിക്കൂർ മാക്സിമം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. 1.5 മണിക്കൂർ മാത്രമേ എനിക്ക് ഇതിനകത്തേക്ക് കിട്ടിയുള്ളൂ. എന്തായാലും ഇതിൻ്റെ രണ്ടിനെയും പിന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ലേറ്റൻസിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് തന്നെയാണ് ബെറ്റർ. ഇതിന് ചെറിയൊരു ലേറ്റൻസി ഞാൻ ഗെയിമിൻ്റെ കാര്യത്തിൽ കണ്ടായിരുന്നു. കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കൊക്കെ ഫുഡ് സ്റ്റെപ്സ് കുറച്ച് ഡിലേ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ആ ഒരു ഡിലേ ഇല്ല. ഡിലേ ഉണ്ട്, ഒട്ടുമില്ല എന്നല്ല, ഡിലേ ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഡിലേ ഇല്ല. പക്ഷേ യൂട്യൂബ് വീഡിയോസൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇത് രണ്ടിലും വലിയ ഡിലേ ഒന്നും നമുക്ക് തോന്നുകയില്ല. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ഡിലേ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ 2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേരാ ലിങ്കിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വാട്സപ്പ് വഴി പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സെല്ലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.